അന്താരാഷ്ട്ര യുവജന ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ അന്താരാഷ്ട്ര യുവജന ദിനാചരണം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും നമുക്കറിയാം ആഗസ്റ്റ് 12-ാം തീയതിയാണ് അന്താരാഷ്ട്ര യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. യുവാക്കളുടെ കഴിവും അവരുടെ ആശയങ്ങളും സാമൂഹ്യ ഉത്തരവാദിത്വവും പ്രയോജനപ്പെടുത്തി ആരോഗ്യവും സുരക്ഷിതത്വവും സമത്വപൂർണവുമായ ഒരു ഭാവി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ യുവജന ദിനാചരണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. യുവാക്കളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് HIV AIDS സംബന്ധിച്ച ശരിയായ അറിവും അവബോധവും. ഇത് രണ്ടും നിർണായകമാണ്. എന്തുകൊണ്ടാണ് HIV പടരുന്നത്, എന്താണ് അതിൻ്റെ കാരണം, അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, ഈ കാര്യങ്ങൾ നിങ്ങളുടെ യങ് ജനറേഷൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. മറ്റ് പല ഇപ്പം നമുക്കറിയാം ഇൻ്റർകോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പടരുന്ന രോഗമാണത്. സിറിഞ്ചിലൂടെ പകരുന്ന രോഗമാണ്. ഇക്കാര്യത്തിലൊക്കെ ഒരു പ്രിക്കോഷൻ എടുക്കുക. നിങ്ങളുടെ പ്രായം ഒരു ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് പഴയ കാലഘട്ടമൊന്നുമല്ല. പണ്ടൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വേർതിരിച്ചിട്ടുള്ള രീതിയായിരുന്നു. പെൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നത്. മാത്രമല്ല പല കോഫി ഷോപ്പിലൊക്കെ നമ്മൾ പല രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ കാണാറുണ്ട്. കാലം മാറുമ്പോൾ അതിൻ്റെ അനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ തന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെയും ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഒന്നും കുഴപ്പമില്ല, ഈ പ്രായത്തിൽ അതൊക്കെ സാധാരണയാണ്. പഴയ കാലം പോലെയല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊക്കെ പതിവുള്ള കാര്യമാണ്. പക്ഷേ അവനവൻ സ്വയം സൂക്ഷിക്കുക. ഒന്ന്, ഒരിക്കലും രോഗങ്ങൾ പടരാൻ നോക്കുക. ഞാൻ പറയാൻ കാരണം ഈ HIV അതായത് എയ്ഡ്സിൻ്റെ ചില ലക്ഷണങ്ങൾ ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായി കാണുന്നുണ്ട്. ചില എയ്ഡ്സ് രോഗങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെ പുറത്ത് പറയാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഇക്കാര്യത്തിൽ ഒരു സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത്. എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ആരോഗ്യവകുപ്പിന് കിട്ടാറുണ്ട്. ഈ സൊസൈറ്റി തന്നെ അതിൻ്റെ ചില റിപ്പോർട്ട് എനിക്ക് നൽകിയിരുന്നു. അപ്പോൾ അക്കാര്യത്തിലൊക്കെ വളരെ വിജിലൻ്റായി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നാൽ, ഇപ്പോൾ ഞങ്ങൾ ആരോഗ്യവകുപ്പിൽ എല്ലായിടത്തും നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഡിസ്പോസിബിൾ സിറിഞ്ച് ഉപയോഗിക്കണമെന്നാണ്. കർശനമായി ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സാമ്പത്തികം നോക്കണ്ട, കാരണം ഈ കുട്ടികളുടെ ആരോഗ്യമാണ് ഏറ്റവും പരമപ്രധാനം. എന്നാൽ ഏതെങ്കിലും ആശുപത്രിയിൽ അങ്ങനെ ഉപയോഗിച്ച സിറിഞ്ചാണ് വീണ്ടും നിങ്ങൾക്ക് നൽകുന്നതെങ്കിൽ നിങ്ങൾ പറയണം ഡിസ്പോസിബിൾ സിറിഞ്ച് വേണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കണം. കാരണം നിങ്ങളുടെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ രോഗിയായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ചികിത്സ നിങ്ങളുടെ അവകാശമാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, നിലത്ത് കിടത്തി ചികിത്സ വേണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? പോകുന്ന രോഗിക്ക് കിടക്കയും അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ചികിത്സ വേണമെന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണ്. അലോപ്പതി വേണോ, ആയുർവേദം വേണോ, യുനാനി വേണോ? അതുപോലെ തന്നെയാണ് നിങ്ങൾ കുത്തിവയ്ക്കാൻ ഒരു സിറിഞ്ച് കൊണ്ടുവരുമ്പോൾ അതിനി അവർക്ക് എന്തു തോന്നും എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം നിങ്ങളുടെ ആരോഗ്യമാണ് വലിയ പരമപ്രധാനമായിട്ട്. അവസാനം എയ്ഡ്സ് വന്നാൽ അതിൻ്റെ ദുഷ്പേര് ചില്ലറയല്ല. ഈ രോഗത്തിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ. ഈ സിറിഞ്ച് മൂലം രോഗം പടരാം. പക്ഷേ എയ്ഡ്സ് ആണ് എൻ്റെ സമൂഹം കാണുന്നത് എങ്ങനെയാണ് ഞാൻ പറയണ്ടല്ലോ. കയ്യിലിരിപ്പോണ്ടാവുന്നതെന്ന് പറയും. പക്ഷെ അതൊന്നും ഇല്ലാത്തവർക്കും വരാം. ഇപ്പോൾ പണ്ട് ലിവർ സിറോസിസ് വരുമ്പോൾ മദ്യപിക്കുന്നവർക്കാണ് ഇത് വരിക എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇന്നങ്ങനെയല്ല. ഇന്ന് അമിതമായിട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്ന മരുന്ന് വെച്ചാൽ അസുഖത്തിന് മരുന്ന് ഒരു പരിധി കഴിഞ്ഞ് ഉപയോഗിക്കുന്നവർക്കും ഇത് വരുന്നുണ്ട്. മുമ്പ് 1,00,000-1 ഇപ്പോൾ ലിവർ സിറോസിസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സാധാരണയാണ്. ഇപ്പോൾ ആരും പറയില്ല. പണ്ടാണെങ്കിൽ ലിവർ സിറോസിസാ നന്നായിട്ട് അടിക്കുകയല്ലേ എന്ന് ചോദിക്കും. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ അല്ലാത്തവർക്കും വരും. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ഇതുപോലത്തെ രോഗങ്ങൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെയും ചുമതലയാണ്. സമൂഹത്തിൻ്റെ മാത്രമല്ല നിങ്ങളുടെയും ചുമതലയാണ്. കാരണം നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്. അതിന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങണം. ഇതുപോലത്തെ രോഗങ്ങൾ പടരാതെ നോക്കണം, നിങ്ങളിൽ ആ രോഗം വരാതെ നോക്കണം. ഇതൊക്കെ നിങ്ങളുടെയും ലക്ഷ്യമാണ്, ആരോഗ്യവകുപ്പിൻ്റെയും ലക്ഷ്യമാണ്.
ഞങ്ങൾക്ക് ഉപദേശം തരാൻ മാത്രമേ കഴിയൂ. അത് പ്രാക്ടിക്കലായി അത് നടപ്പാക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ പൂർണ്ണ ആരോഗ്യം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ നീങ്ങുമ്പോൾ അതിനൊരുപാട് തടസ്സങ്ങൾ വരാറുണ്ട്. ആ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിലത്ത് കിടന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ചില ആൾക്കാരൊക്കെ അതിന് ഒരു ദുർവ്യാഖ്യാനം കൊടുത്തു. ആദ്യം വരുന്ന രോഗികളെയൊക്കെ പ്രൈവറ്റിലേക്ക് വിടുകയാണ്. അങ്ങനെയല്ല, ഒരാളെ പോലും പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് അയക്കില്ല. പക്ഷേ കൂടുതൽ കട്ടിലും മെത്തയും ഉള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് വിലയനാർ കോട്ടയിൽ ആശുപത്രി ഞങ്ങളെടുത്ത് അവിടെ 200ഓളം കിടക്കകളും ഒക്കെ സജ്ജീകരിച്ച് രോഗികൾ അങ്ങോട്ട് മാറ്റി. പറയുമ്പോൾ പുലനാർക്കോട്ട DHSൻ്റെ കീഴിലാണ് മെഡിക്കൽ കോളേജ് DMEയുടെ കീഴിലാണ്. പക്ഷേ രണ്ടുപേരും ഒരുമിച്ചുകൊണ്ട് തീരുമാനമെടുത്തു. അതുപോലെ കോട്ടയത്ത് കൂടുതൽ സൗകര്യങ്ങളുണ്ടാക്കി. അവിടെ കുറേ കട്ടിലും കിടക്കിയൊക്കെ കിട്ടിയാൽ അവർ നിലത്ത് കടത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ സംവിധാനം ഉണ്ടാക്കി. തൃശ്ശൂരും ആ രീതിയിൽ സംവിധാനം ഉണ്ടാക്കി. ഇന്നലെ ഞാൻ കേട്ടൊരു കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടൻറ്റിനെ വിളിച്ചിരുന്നു. ഞങ്ങൾക്ക് 200ഓളം കിടക്കകൾ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ ഞങ്ങൾക്ക് അത് ഇവിടെ ഒഴിവാക്കാൻ കഴിയും. ഇപ്പോൾ രോഗികൾക്കുള്ള അവകാശമാണ് ചികിത്സ പോലെ തന്നെ കിടക്കയും മെത്തയും ഒക്കെ. അതൊക്കെ ഈ സർക്കാർ വന്നതിന് ശേഷം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഞാൻ അഭിമാനത്തോടെ ഒരു കാര്യം പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ നമ്മുടെ സഹോദരി സഹോദരന്മാരെ ഇല്ലാതാക്കിയ രോഗമാണ് നിപ. ഇത്തവണ നിപ വന്ന പോലെ മടങ്ങിപ്പോയി. കാരണം എന്താ? മികച്ച ആരോഗ്യ സംവിധാനം ഈ സംസ്ഥാനത്തുണ്ടായി. അതിൻ്റെ കാരണം ഞാനല്ല, ഡോക്ടർമാർ മുതൽ ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ളവരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് അതിനെ തുരത്താൻ കഴിഞ്ഞത്. ആ ഒരു രോഗിയാണ് അഡ്മിറ്റായത്. വലിയ ബഹളമായിരുന്നു അന്ന്. മന്ത്രി ശ്രദ്ധിക്കുന്നില്ല, മന്ത്രി ആ ഭാഗത്തേക്ക് പോയില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ പോയി എന്നെ കണ്ടാൽ നിപ പേടിച്ചു കൊടുക്കുന്നില്ലല്ലോ. വേണ്ട എന്താണെന്ന് വെച്ചാൽ ചികിത്സാ സമ്പ്രദായം ഉറപ്പാക്കുക. അവിടെ മെഡിക്കൽ കോളേജ് ഞാനും DMEയും DHS ഒക്കെ ഞങ്ങൾ അവിടെ പോയി ഡോക്ടർമാരെ കണ്ടു. അന്ന് ഞങ്ങളോട് ഡോക്ടർമാർ പറഞ്ഞതെന്താ അറിയും, വന്ന രോഗി അയാളെ രക്ഷപ്പെടില്ല, കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇയാൾക്ക്, ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. അപ്പോൾ ഞാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി, മറ്റുള്ളവർക്ക് വളരാതെ നോക്കാൻ നമുക്ക് അതേ ചെയ്യാൻ കഴിയും. ഒരാൾക്ക് പോലും വളർന്നില്ല എന്ന് മാത്രമല്ല, ആ നിപ സ്ഥിരീകരിച്ച വ്യക്തിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും പോലും നെഗറ്റീവായി നിപ പരിശോധിച്ചപ്പോൾ. ഇതാ കഴിഞ്ഞ ദിവസം ആണ് സുഖമായിട്ട് നടന്നുപോയി. 52ാം ദിവസം അദ്ദേഹത്തിന് ഡിസ്ചാർജ് ചെയ്തു. പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം നടന്നുപോയ. അതൊന്നും പിന്നെ പത്രത്തിലൊന്നും അധികം വരില്ല. വല്ല കുഴപ്പം വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ വരൂ. ഒരു കുട്ടിക്ക് ഇന്നലെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വൈകി എന്ന് പറഞ്ഞതിനാണ് മുഴുവൻ. ഞങ്ങൾ ഇന്നലെ തൊടുപുഴ ആശുപത്രിയിൽ പോയി. ഒരു നേഴ്സാണ് അവിടെ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഇപ്പം പേപ്പട്ടി കടിച്ചൊരു കുട്ടി വന്നു, 3ാമത്തെ ഡോസാണ്. ഒരു നേഴ്സേ ഉള്ളൂ. ഞാൻ അവിടെ പോയത് തന്നെ സ്റ്റാഫിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെയ്യുന്നത് ശരിയാണ്, ഡോക്ടർമാരുടെ കുറവുണ്ട്, നേഴ്സിൻ്റെ കുറവുണ്ട്. അതിനൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് ഡോക്ടർമാരെ വെക്കാനുള്ള ലിസ്റ്റും കൂടെ തയ്യാറാക്കിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അപ്പോഴാണ് അല്പം സമയം ലേറ്റായി, കുട്ടിക്ക് ബോധക്ഷയം വന്നു എന്നിട്ട് വലിയ. അപ്പോഴേക്കും മാധ്യമങ്ങളും ചുറ്റും കൂടി. ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങളോടൊന്നും എനിക്ക് പ്രതികരിക്കാനില്ല, ഡോക്ടർമാരെ കുറവുണ്ട്, ആ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അത് നടപ്പാക്കും. അപ്പം ഞാൻ പറഞ്ഞ വിമർശനങ്ങൾ വേണം, വേണ്ടാന്ന് പറയുന്നില്ല, വിമർശിക്കണം. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടെ പറയണം. വിമർശനത്തിനോടൊപ്പം നല്ല കാര്യങ്ങൾ ചെയ്താൽ അതുകൂടെ സൂചിപ്പിക്കുക. അല്ലാതെ വെറും വിമർശനം മാത്രമാവുന്നൊരു നല്ല ഏർപ്പാടായിട്ട് തോന്നില്ല. പിന്നെ മാത്രമല്ല, എന്തൊക്കെ പറഞ്ഞാലും ശരി, പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ച് അവർക്ക് ആശ്രയിക്കാവുന്ന സർക്കാർ ആശുപത്രികൾ തന്നെയാണ്. അതിനെ നല്ല നിലവാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല. അത് ഞങ്ങളെല്ലാം ഒരു ടീമായി തന്നെ, ഇപ്പോൾ വേദിയിലുള്ള എല്ലാവരും കാര്യത്തിൽ അവരോടൊക്കെ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രി എന്നുള്ള എനിക്ക് അവരോട് കടപ്പാടുണ്ട്. കാരണം അവരെല്ലാം ഇക്കാര്യത്തിൽ ശുഷ്കാന്തിയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ആരോഗ്യവകുപ്പ് ആരോഗ്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കാം. ഞാൻ മറ്റ് ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാ യുവാക്കളോടും യുവതികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആരോഗ്യം പരിപാലിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് അക്കാര്യത്തിൽ പ്രയാസങ്ങൾ നേരിട്ടാൽ നേരിട്ട് ഗവൺമെൻറ്റിനെയും മന്ത്രിനെ അറിയിക്കാൻ ഒരു തടസ്സവുമില്ല. ഇപ്പം തന്നെ ഒരുപാട് ഫോൺ കോൾ എനിക്ക് വരാറുണ്ട്, ഇന്ന് ആശുപത്രിയിൽ കിടക്കിയില്ല, വിരിയില്ല എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ അവരുടെ ആവശ്യമാണ്, അതവരുടെ അവകാശമാണ്.
അതൊക്കെ മനസ്സിലാക്കി പരിഹാരം ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ആരോഗ്യം സൂക്ഷിച്ചുകൊണ്ട് യുവാക്കൾ മുന്നോട്ട് പോകാൻ നിങ്ങളാണ് ഇൻ ഫ്യൂച്ചർ ഭാവിയിൽ വരേണ്ട മന്ത്രിമാരും ഭരണകർത്താക്കളും IASകാരും ഡോക്ടർമാരൊക്കെ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ തന്നെ കണ്ടല്ലോ നീറ്റ് പരീക്ഷയിലെ തകരാറിൽ ഏറ്റവും അധികം സമരം ചെയ്ത കുട്ടികൾ. അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയക്കാരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് സമരം ചെയ്തത്. പക്ഷെ വേറെ കാര്യം ശ്രദ്ധിച്ചോളണം, സമരത്തിൽ ജയിച്ചു എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അത് അത്ര എളുപ്പമൊന്നുമില്ല. സമരം വേറെ, രാഷ്ട്രീയം വേറെ. ഇതൊരു ന്യായമായിട്ടുള്ള അവകാശമായിരുന്നു. നിങ്ങൾ നീറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിച്ചു, അതിൻ്റെ വാല്യുവേഷൻ കറക്റ്റായില്ല. അപ്പോൾ നിങ്ങൾ സമരം ചെയ്തു, രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളോടൊപ്പം നിന്നു, സമരം വിജയിച്ചു. പക്ഷേ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണമെന്നൊന്നുമില്ല. പണ്ട് ആസാമിലും ഇങ്ങനെ ഉണ്ടായിരുന്നു, യുവാക്കൾ കൂടി പാർട്ടി ഉണ്ടാക്കി. ആസാം ഗ്രഹണ പരിഷത്ത് എന്ന് 10 വർഷം ആസാം ഭരിച്ചു, പിന്നെ പാർട്ടിയുടെ പൊടി പോലും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് യുവാക്കളിൽ ആവേശം വേണം. അത് യുവാക്കളുടെ നന്മയ്ക്കായിരിക്കണം, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കായിരിക്കണം. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ അന്താരാഷ്ട്ര യുവജന ദിനത്തിൻ്റെ സംസ്ഥാനതല പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.